Jesus, the reason for the season. വീണ്ടും വരുന്നതിനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 2024 ക്രിസ്മസ് കാലയളവിൽ ആദ്യമേ തന്നെ എന്നെ കേൾക്കുന്ന മുഴുവൻ പേർക്കും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു ക്രിസ്മസ് കാലയളവ് ഞാൻ ആശംസിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൂതന്മാർ അന്ന് ആടുകളെ കാവൽ കാത്തുകൊണ്ട് കിടന്ന ആ ആട്ടിടയന്മാരോട് ദൂതന്മാർ പറഞ്ഞ ഒരു വാക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇന്ന് ഈ 2024 ക്രിസ്മസ് കാലയളവിൽ ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ഈ മഹാസന്തോഷത്തിന് നമ്മളുടെ ജീവിതത്തിലും ആ മഹാസന്തോഷം വന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളെ കൂടി കടന്നുപോയപ്പോൾ യേശു എന്ന നാമം വിളിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗസൗഖ്യങ്ങളായി, അല്ലെങ്കിൽ വിവിധ വിടുതലായി, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അത്ഭുതങ്ങളൊക്കെ നടന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ വന്നിരുന്ന സമയത്ത്, ഭാരങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ സമാധാനം ഒട്ടുമില്ലാഞ്ഞ സമയത്ത്, സന്തോഷമില്ലാഞ്ഞ സമയത്ത് യേശുവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവന്നു. അതിന്റെ പ്രധാന കാരണമാണ് നമ്മൾ മുമ്പേ വായിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ജനനം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഈ ഭൂമിയിൽ നരകം പിടിച്ച ജീവിതങ്ങൾ, നരകം പിടിച്ച വീടുകളെ സ്വർഗമാക്കുക. 2, സ്വർഗത്തിലെ ദൈവം ഒരു സ്വർഗം നമുക്ക് വേണ്ടി പണിയുന്നുണ്ട്, അത് നമ്മുടെ വീടാക്കുവാൻ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നിത്യജീവൻ തരുവാൻ, ഇതൊക്കെ ശരിയാണ്. അപ്പോൾ തന്നെ പ്രധാന ഉദ്ദേശം നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടുമാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അവൻ കഫർന്നഹൂമിലെ ഭവനത്തിൽ പോയി, ലാസറിന്റെ ഭവനത്തിൽ പോയി, യായിറോസിന്റെ ഭവനത്തിൽ പോയി, പത്രോസിന്റെ ഭവനത്തിൽ പോകുന്നു. അങ്ങനെ ആ കടന്നുപോയ ഭവനങ്ങളിലൊക്കെ വലിയ സന്തോഷവും സമാധാനവും കടന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ കടന്നുപോയ എല്ലാ വീടുകൾക്കും അനുഗ്രഹമായി, സന്തോഷമായി, അവരുടെ ജീവിതത്തിൽ അന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത സമാധാനവും സന്തോഷവും അവർക്ക് ലഭിക്കുവാൻ ഇടയായി. നമുക്കറിയാം, ഒരു സക്കായിയെ പറ്റി നമുക്കറിയാം. അത്തിയുടെ മരത്തിൽ കയറി ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നവനായ ആ സക്കായിയെ പോലും കർത്താവ് വിളിച്ചിട്ട് പറയുന്നു, ഇന്ന് എന്നിൽ വിശ്വസിച്ചപ്പോ ഇവന്റെ ജീവിതത്തിൽ ഇന്ന് ആ രക്ഷ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് ഈ ക്രിസ്മസ് കാലയളവ് സന്തോഷത്തിൻ്റെതാണ്. നമ്മൾ അനവധി സമ്മാനങ്ങൾ നൽകുന്നു, യാത്രകൾ നൽകുന്നു, ക്രിസ്മസ് ട്രീ, കാരോൾ സംഗീതം, അല്ലെങ്കിൽ വലിയ വലിയ ആഘോഷങ്ങൾ, അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ, അനുഭവങ്ങളിൽ കൂടി കർത്താവിന്റെ ആ മഹത്വം കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് ഭാഗ്യം തന്നു. അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിലും ഇതേ അനുഭവമാണ് വന്നത്. 1999 അവസാനം ഞാൻ ഒരു പല ബിസിനസ്സുകൾ ചെയ്യുന്നു. ആ സമയത്ത് എന്റെ 30കളിലാണ്, പല ബിസിനസ്സുകൾ ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് റിയൽ എസ്റ്റേറ്റിൽ വന്ന ഒരു വലിയ വിഷയം കാരണം, നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ വന്ന ഏറ്റവും വലിയ ശക്തമായ ചില തിരിച്ചടികൾ വന്നപ്പോൾ സെയിലുകൾ നഷ്ടപ്പെടുന്നു, ബിസിനസ്സുകൾ നടക്കുന്നില്ല. അതിനെ തുടർന്ന് അനവധി പ്രോജക്റ്റുകൾ ബ്ലോക്കായി. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ, വളരെ ഭാരപ്പെട്ട്, എന്ത് ചെയ്യണം എന്നറിയാതെ, ഭയപ്പെട്ട്, നാളെ ഞാൻ എങ്ങനെ നേരിടും എന്നുള്ള ആ ആശങ്കയിൽ കടന്നുപോയ ഒരു സമയം എന്റെ ജീവിതത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ജനിച്ചപ്പോൾ മുതൽ ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെങ്കിൽ ഈ ദൈവജനത്തിൽ എഴുതിയത് മുഴുവനും
ഒരു കഥയായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാനാവിലെ ഭവനത്തിൽ വെള്ളം വീഞ്ഞ് അയക്കിയതും അല്ലെങ്കിൽ മറ്റ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വെറും ഒരു കഥയായിട്ട് മാത്രമേ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ വിഷയങ്ങൾ കൂടി വന്നു, പ്രശ്നങ്ങൾ കൂടി വന്നു. എന്റെ ബുദ്ധിക്കോ എന്റെ കഴിവിനോ എന്റെ സാമർഥ്യത്തിനോ എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാതിരുന്ന സമയത്ത് ഞാൻ വളരെ വളരെ ഭാരപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഭയപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഒരു മദ്യപാനത്തിലും പുകവലിയിലും ഒക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ട്. അതിൽ നിന്നൊക്കെ സമാധാനവും സന്തോഷവും ലഭിക്കുമെന്ന് കരുതി. പക്ഷെ അതൊന്നും എനിക്ക് ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, അന്ന് 1999 അവസാനം ഞാൻ ഒരു തൊണ്ടയിൽ എനിക്കൊരു രോഗം വന്നു. ടോൺസിലൈറ്റിസ്, പഴുത്ത് വെള്ളം ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെ. ആ അനുഭവത്തിൽ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ, പ്രമുഖ ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സയിലായിരുന്നു. അവിടുത്തെ ഡോക്ടർമാർ വിവിധ മരുന്നുകൾ തന്നു. അതിനുശേഷവും എനിക്ക് കുറവുകളൊന്നും കാണുന്നില്ല. അവസാനം പല മരുന്നുകളും നോക്കിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഈ മരുന്നുകളൊന്നും നിന്നിൽ ഫലമാകുന്നില്ല, അതുകൊണ്ട് ഒരു പരിധി വരെ ഞങ്ങൾ നിസ്സഹായരാണ്. ഇനിയും സർജറി കൊണ്ട് മാത്രമേ ഇനിയും ഫലമുള്ളൂ. നിന്റെ തൊണ്ട അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആണ്, അതുകൊണ്ട് മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞ് അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോൾ ആ കോഴഞ്ചേരി പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ചെറിയ മീറ്റിംഗിൽ ഞാൻ കേൾക്കുവാനിട്ട് ശബ്ദം കേട്ട് എന്താണെന്ന് കാണാൻ വേണ്ടി അവിടെ കയറിയത്. അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഒരു കഥയല്ല, ഒരു ജീവിത സത്യമാണ്. ഇന്ന് ആരും യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അന്ന് 1999 ആ പബ്ലിക് സ്റ്റേഡിയത്തിൽ നടന്ന ചെറിയ മീറ്റിംഗിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതമുണ്ടെന്ന് വിശ്വസിച്ചപ്പോൾ എന്റെ ശരീരത്തിലെ രോഗം അപ്രത്യക്ഷമായി. ഇന്ന് ഏകദേശം 24 വർഷമായി, 25 വർഷത്തിലേക്ക് കടക്കുന്നു. ഇന്ന് വരെ ആ രോഗം പിന്നെ എന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ ആ രോഗസൗഖ്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയത് യേശുവിന്റെ നാമത്തിൽ ഒരു സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ആ തിരിച്ചറിവ് എന്റെ ജീവിതത്തിൽ പിന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ മുൻപോട്ട് വരുവാൻ, ഞാൻ പ്രാർത്ഥനയിലും ആരാധനയിലും കൂടുതൽ ബലപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് കരുതിയ വിഷയങ്ങൾ മാറുവാൻ തുടങ്ങി, വഴികൾ തുറക്കുവാൻ തുടങ്ങി, ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ തുടങ്ങി. അതുപോലെ വിവിധ ഞാൻ കൂട്ടായ്മകളിൽ പോകുമ്പോൾ അതുപോലെ സമാനമായ അനുഭവത്തിൽ കടന്നു പോകുന്ന പലരെ ഞാൻ കണ്ടു. അവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടു. യേശുവിന്റെ നാമത്തിൽ ക്യാൻസറുകൾ സൗഖ്യമാകുന്നത്, മുടന്തന്മാർ എഴുന്നേൽക്കുന്നത്, അസ്ഥിരോഗങ്ങൾ സൗഖ്യമാകുന്നത്, ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നത്, കിഡ്നി സിസ്റ്റുകൾ സൗഖ്യമാകുന്നത്, കിഡ്നിയിലെ സ്റ്റോണുകൾ അപ്രത്യക്ഷമാകുന്നത്, അങ്ങനെ 100 കണക്കിന് സൗഖ്യങ്ങൾ ഞാൻ കണ്ടു. കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ ഹൃദയത്തിലെ ബ്ലോക്കുകൾ, ഹൃദയത്തിലെ വാൽവിൽ വന്ന വിഷയങ്ങൾ മാറുന്നു, സർജറികൾ മാറിപ്പോകുന്നു, കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നു. ഇതൊക്കെ ഒത്തിരി വളരെ വളരെ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, യേശുവിന്റെ നാമം ഇന്നും പ്രവർത്തിക്കുന്ന നാമമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഒന്ന് തകർന്നു കിടക്കുന്ന, ഭാരപ്പെടുന്ന, നിരാശപ്പെട്ട് സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സ്വർഗമാക്കുവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും പറയാം, ബിസിനസ് തകർച്ചയിൽ അല്ലെങ്കിൽ മദ്യപാനത്തിലും പുകവലിയിലും അല്ലെങ്കിൽ രോഗത്തിന്റെ അനുഭവത്തിൽ ഇരുന്ന എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വന്നപ്പോൾ ആ സന്തോഷവും സമാധാനവും, മുമ്പേ നമ്മൾ വായിച്ചതുപോലെ ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞ വാക്ക, ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അന്ന് യേശുവിന്റെ നാമം വിളിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചു. തുടർന്ന് എന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ബിസിനസ്സിൽ അനുഗ്രഹിക്കപ്പെട്ടു, എന്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വലിയൊരു ഉണർവ്, ഒരു വലിയ ശക്തി വെളിപ്പെടാനിടയായി. പ്രിയമുള്ളവരെ, ആ സമാധാനമില്ലാഞ്ഞ എന്റെ കുടുംബം ഇന്ന് സ്വർഗമാണ്. ഞാൻ വിവാഹിതനായി, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ ഒരു MBBS കഴിഞ്ഞ ഒരു ഡോക്ടറായി, രണ്ടാമത്തെ ആൾ ഒരു എഞ്ചിനീയറായി. അങ്ങനെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ മാറി. ഇന്നെന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ സർവ ജനത്തിനും ഉണ്ടാക്കുവാനുള്ള മഹാസന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവേ എന്നൊരു വിളി കൊണ്ട് ഈ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഈ സമാധാനം, എവിടെയെങ്കിലും അസമാധാനത്തിൽ ഇരിക്കുകയാണോ, ഭാരത്തിൽ ഇരിക്കുകയാണോ, രോഗത്തിൽ ഇരിക്കുകയാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇരിക്കുകയാണോ,
ജോലിയിൽ, ബിസിനസ്സിൽ തകർച്ച നേരിടുകയാണോ? ഭയപ്പെടേണ്ട. യേശുവിന്റെ നാമം നിങ്ങളെ അത്ഭുതമാക്കും. വിശ്വസിക്കുന്നവരെ ആ കർത്താവിന്റെ മഹത്വം കാണുവാൻ കർത്താവ് ഇടയാക്കും. അപ്പോൾ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് ഒന്ന്, തകർന്നു കിടക്കുന്ന, നശിച്ചു കിടക്കുന്ന ഭവനങ്ങളെ സ്വർഗമാക്കും. ഇന്ന് എൻ്റെ കുടുംബം ആ അനുഭവത്തിന് ഒരു സാക്ഷിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാക്ഷിയാണ് ഞാനും എൻ്റെ കുടുംബം. നിങ്ങളും യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതേ അനുഭവം തന്നെ ഉണ്ടായെങ്കിൽ നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം പറയുന്നത് 2000 വർഷം മുമ്പേ യേശു ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, വേഗത്തിൽ ഞാൻ പറയുമ്പോൾ കർത്താവ് വന്ന രണ്ടാമത്തെ ഉദ്ദേശം, കർത്താവ് ഒരു ഭവനം പണിയുന്നുണ്ട്, ഒരു സ്വർഗം പണിയുന്നുണ്ട്. അവിടെ നമ്മുടെ ഭവനമാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനം ഒരുക്കുവാൻ പോകും. ഞാൻ ഭവനം ഒരുക്കിയതിനു ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തു പോകും. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു സത്യമാണ്! ഈ ഭൂമിയിലെ നശിച്ച് സമാധാനമില്ലാത്ത ഭവനങ്ങളെ അവൻ സ്വർഗമാക്കി മാറ്റുക മാത്രമല്ല, ദൈവം പണിയുന്ന സ്വർഗം നമ്മുടെ ഭവനം. അതായത് ഈ ഭൂമിയിൽ നിന്നും ഒരുപക്ഷെ 100 വർഷമോ അല്ലെ 150 വർഷമോ നമ്മൾ ഇവിടെ പക്ഷേ ജീവിച്ചേക്കാം. ഒരുപക്ഷെ നമ്മൾ അതിൽ കൂടുതലോ അതിൽ കുറവോ ജീവിച്ചേക്കാം. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ ലോകം വിട്ടുപോയേ പറ്റും. അങ്ങനെ പോകുമ്പോൾ ദൈവം ഒരുക്കുന്ന ഒരു സ്വർഗമുണ്ട്. അത് നമ്മുടെ നിത്യഭവനമാക്കുവാനാണ് കർത്താവ് വന്നത്. അങ്ങനെയാണെങ്കിൽ 2 ഉദ്ദേശം. ഒന്ന്, നശിച്ചു കിടക്കുന്ന സമാധാനമില്ലാത്ത ഈ ഭൂമിയിലുള്ള എൻ്റെ വീടിനെ അവൻ സ്വർഗമാക്കും. മാത്രമല്ല, നമ്മളുടെ മരണശേഷം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവം പണിയുന്ന ഒരു സ്വർഗമുണ്ട്. അതിന് നമ്മുടെ ഭവനമാക്കി മാറ്റും. ഇന്ന് ഇതൊക്കെ നടക്കുന്നത് എങ്ങനെ? യേശുവേ എന്നൊരു വിളിക്കുമ്പോൾ അത് മുഴുവൻ സംഭവിച്ചിരിക്കും. പ്രിയമുള്ളവരെ, 2000 വർഷം മുമ്പേ യേശു ക്രിസ്തു ആ ജെറുസലേമിൽ അവതരിച്ചപ്പോൾ, ജനിച്ചപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അന്ന് കർത്താവിനെ കണ്ട ആട്ടിടയന്മാർ അല്ലെ വിദ്വാൻമാർ, അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ സന്തോഷം ലഭിച്ചു. വളരെ ചുരുക്കം പേർക്ക് സന്തോഷം ലഭിച്ചുള്ളൂ. പക്ഷെങ്കിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്ന ഞാൻ പ്രയാസപ്പെടും. പ്രിയമുള്ളവരെ, ക്രിസ്തു ഇന്ന് ആ 2000 വർഷം മുമ്പേ ആ യെരുസലേമിൽ ജനിച്ച അതേ കർത്താവ് യേശുവേ എന്നൊരു വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഉരുവാകുന്നു എന്ന് ഗലാത്യ ലേഖനം പറയും. പ്രിയമുള്ളവരെ, ഈ സന്തോഷം നമ്മൾ പങ്കിടുന്നതാണ് യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം. ഇന്ന് എന്നെ കേൾക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധിയും ആണെങ്കിലും ഈ ക്രിസ്മസ് കാലയളവിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകട്ടെ. അല്ലെങ്കിൽ ക്രിസ്തു ഉരുവായ കർത്താവിനെ ഒന്നുകൂടെ വിശ്വസിക്കാനിടയാകട്ടെ. ഈ ക്രിസ്മസ് കാലയളവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും തന്മയും നിറഞ്ഞ ഒരു ക്രിസ്മസ് കാലയളവായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ നമ്മൾ ക്രിസ്മസ് കാലയളവ് കഴിഞ്ഞ് അതിനുശേഷം പുതിയൊരു വർഷത്തിലേക്ക് കയറുകയാണ്. 2025 നമ്മൾ കയറുന്ന നിമിഷം ഒരു കർത്താവിൽ നിന്നുള്ള ഒരു ദൂതാണ്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. 2025 നിങ്ങളുടെ സമസ്ത മേഖലകളും ഒരു കവിഞ്ഞൊഴുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സാമ്പത്തികത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കവിഞ്ഞൊഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് ഒരു വാക്കോ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ ക്രിസ്മസ് കാലയളവ് യേശുവുമൊത്തുള്ള ഒരു ക്രിസ്മസ് കാലയളവ് തീർച്ചയായിട്ടും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവമാക്കി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ കൃപകൾക്കായിട്ട് സ്വന്തം ഈ ക്രിസ്മസ് കാലയളവ് ഈ കേൾക്കുന്ന വചനം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അനുഭവമാക്കി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു ഞങ്ങളിൽ ഉരുവാകുവാൻ തക്കവണ്ണം പ്രയാസപ്പെടുന്നു എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശുവേ എന്നൊരു വിളിക്കുമ്പോൾ ക്രിസ്തുവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉരുവാകുന്നത്, ജനിക്കുന്നത്. കർത്താവ് ആ യേശുവിനെ ജനിച്ച അന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ കണ്ടവരുടെ ജീവിതത്തിലെല്ലാം സന്തോഷവും സമാധാനവും ഉണ്ടായെങ്കിൽ ഈ ക്രിസ്മസ് കാലയളവ് യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായി തീരട്ടെ.
രോഗികളായിട്ട് കേൾക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട്, ഭാര്യഭർത്തൃ ബന്ധം അനുഗ്രഹിക്കപ്പെട്ട്, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അനുഗ്രഹം അനുഭവിക്കുവാനിടയാകട്ടെ എല്ലാ കുടുംബങ്ങളിലും. ഈ ക്രിസ്മസ് കാലയളവിൽ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. ഈ പുതിയ വർഷം 2025 ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കർത്താവ് ഒരുമിച്ച് ഒരു കവിഞ്ഞൊഴുക്കിന്റെ അനുഭവമായി തീരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ നന്മകളാലും നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിഷ് യു എ മേരി 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 ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു. മറന്നു പോകല്ല, യേശുവിന്റെ നാമമാണ് എല്ലാ മേഖലകളും സന്തോഷവും സമാധാനവും അനുഗ്രഹവും നിറവും സമൃദ്ധിയും തരുന്നത്. കർത്താവായ യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.